ഹേ ഗൈസ്, നിങ്ങൾ പല വീഡിയോകളിലും ഇരിട്ടി എന്ന് കുറേ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇരിട്ടി ടൗൺ നിങ്ങൾ ഒരു വ്ളോഗിലൂടെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു വ്ളോഗിലൂടെ നിങ്ങൾക്ക് ഇരിട്ടി ടൗൺ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇത് ഇരിട്ടി ടൗണിൻ്റെ ഒരു സെൻട്രൽ ഭാഗമായിരിക്കില്ല. അവിടെ ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിലേക്ക് അങ്ങോട്ടും ഒക്കെ വണ്ടികൾ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതാണ് ജംഗ്ഷൻ. ഞാൻ ആ ജംഗ്ഷനിൽ ചെന്നിട്ട് രഹസ്യമായിട്ട് 1-2 വീഡിയോസ് എടുക്കാം. പക്ഷേ കാരണം എനിക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇത് എന്തിനെടുക്കുന്നതാണെന്ന് ആൾക്കാർക്ക് തോന്നാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് രഹസ്യമായിരിക്കും. ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. പിന്നെ അവിടെ മൊത്തം എപ്പോഴും ആക്റ്റീവാണ്. ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇരിട്ടി ടൗണിൽ വന്ന് കഴിയുമ്പം ഇവിടെ വരുന്ന ഒരു ഇപ്പോൾ എറണാകുളം ബസ് സ്ഥലമല്ല, ഇത് വളരെ ചെറിയൊരു ഷോർട്ട് ഡിസ്റ്റൻസിൽ എല്ലാവിധ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു കിടിലൻ ടൗണാണ് ഇരിട്ടി. അപ്പം ഇരിട്ടി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഉളിക്കൽ, പയ്യന്നൂർ, പിന്നെ എന്താണ് ഇരിക്കൂർ, കൂത്തുപറമ്പ്, അങ്ങോട്ടൊക്കെ കൂത്തുപറമ്പല്ല തളിപ്പറമ്പ്, അങ്ങോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ നിർത്തുന്ന ഒരു സെക്കൻഡ് ബേ ആണ്. ഇതാണ് ഇരിട്ടി ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ. ആ ബസ് വരുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അങ്ങോട്ട് 1 വേ കൂടി പോയാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. ഈ ബസ്സുകൾ പോകുന്നത് കണ്ണൂർ തലശ്ശേരി റൂട്ടിലോട്ട് ഇങ്ങോട്ട് പോകുന്ന ബസ്സുകൾ പോകുന്നു. ഇനി അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിർത്തും. ഇവിടെ വരുന്നത് കണ്ണൂരിൽ നിന്നും തൊണ്ടിയിൽ നിന്നും പേരാവൂർ കൊട്ടിയൂരിൽ നിന്നൊക്കെ ഇരിട്ടിയിലേക്ക് വരുന്ന ബസ്സുകൾ നിർത്തുന്ന ബസ് സ്റ്റോപ്പാണിത്. ഇതാണ് ഇരിട്ടി ടൗണിലെ വലിയൊരു ജംഗ്ഷനാണിത്. ഇതൊരു മെയിൻ ജംഗ്ഷനാണ്. ഇനി സ്റ്റാൻഡ് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന ആൾക്കാർക്കില്ലേ, ഇതൊക്കെ കൊട്ടിയൂർ ഉത്സവത്തിന് പോയിട്ട് വരുന്ന ആൾക്കാരാണ്. പിന്നെ കൊട്ടിയൂർ ഉത്സവത്തെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വ്യൂസുള്ള ഒരു ടോപ്പിക്കാണ് കൊട്ടിയൂർ ഉത്സവം എന്ന് പറയുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് കുറേ പോയി കഴിഞ്ഞാൽ വയനാട് എത്തുന്നതിന് ബോർഡറിന് കുറച്ച് മുമ്പുള്ള താഴ്വാരമാണ് കൊട്ടിയൂർ എന്ന പ്രദേശം. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്ത സ്വയംഭൂവായി വന്ന എന്നുള്ള എന്താണ് ഐതിഹ്യമുള്ള ഒരു വിഗ്രഹം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ആ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ മഴക്കാലം ഉത്സവത്തിൻ്റെ കാലമാണ്. എനിക്കതിൻ്റെ കൃത്യമായിട്ട് ഡേറ്റൊന്നും അറിയത്തില്ല. അവിടെ ഇപ്രാവശ്യം ഇതുവരെ ഇല്ലാത്ത തരം അത്രയും ആളും പ്രസിദ്ധിയും വന്ന് കർണാടകത്തിൽ നിന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ വന്ന ഒരു സീസണായിരുന്നു ഇത്. അടുത്ത വർഷം ഇതിലും വലുതായിരിക്കും. കൊട്ടിയൂരിൻ്റെ ആ ഒരു റിയൽ ഫീലിംഗ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരുമുണ്ട്. അതൊക്കെ പൊതുജനാഭിപ്രായമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളോട്ട് പോകുമ്പോഴാണ് ആ വഴി നേരെ പോയ 1 വേ ആണ്. അത് ബസ് മാത്രം പോകുന്ന 1 വേ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ബസ്സും കാറും എല്ലാം പോവും. ബസ് മാത്രം 2 വേ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ബസ് അതിലേ പോയിട്ട് സ്റ്റാൻഡിലേക്ക് കയറും. സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ ബസ് വരുന്നതാണ്. ഈ ബസ് വന്നിട്ട് ഈ 1 വേ കയറി ഇങ്ങനെ പോയിട്ടാണ് ഇതിലേക്കൂടെ പോയി ഈ സ്റ്റാൻഡിലേക്ക് കയറേണ്ടത്. ഇത് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സാണ്. സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഇറങ്ങുന്ന സ്ഥലമാണിത്. ഉണ്ടോ, വാലെ വലിയൊരു സ്റ്റാൻഡ് തന്നെയാണ് ഇരിട്ടി സ്റ്റാൻഡ്. എന്നാലും അത്ര വലിയ ഫേമസ് ഒന്നുമല്ല. ഇവിടെ നിന്നാണ് ടൗണിൽ നിന്ന് വരുന്ന റോഡ് കേട്ടോ. എൻ്റർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ടൗണിലിവിടെയാണ് ഈ വഴിയോര കച്ചവടക്കാരൊക്കെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിൻ്റെ ഈ സൈഡിലെ റൂട്ടിലും പിന്നെ ഇവിടെയും പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ടാണ് ആർക്കും ശല്യമില്ലാതെ അവർ നീറ്റായിട്ട് കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ്. പൊതുവേ ചില ടൗണിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ വൃത്തികെട്ട പരിപാടിയൊന്നും അധികം ഇവിടെ ഇല്ല. സ്റ്റാൻഡിലേക്ക് നമുക്ക് ഇവിടെ സ്റ്റാൻഡൊന്ന് കാണാം. വേറൊരു പൊസിഷന് വേറൊരു വ്യൂ കിട്ടി. അപ്പം താഴ്ത്തുന്നതാണ്. ബസ്സുകളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ടോ. ഇതാണ് കേട്ടോ ഇരിട്ടി ടൗൺ. കൊട്ടിയൂരമ്പലം എന്ന് പറഞ്ഞ ഒരു സ്ഥലം തന്നെ ആയിട്ട് തന്നെ ബോർഡിൽ പ്രധാനപ്പെട്ട രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതുണ്ടോ. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഗവൺമെൻറ് സ്വന്തമായി നിർമ്മിച്ച് തയ്യാറാക്കിയ ബെഞ്ചിരിപ്പുണ്ട്. അയ്യോ, ബെഞ്ചിലാരൊരു വടി വെച്ച് പോയിട്ടുണ്ടല്ലോ. ഇതെന്നാ വടിയാ? എന്തോ ഒരു പിള്ളേർ കളിക്കുന്ന വടി ആരോ വെച്ചിട്ട് പോയി. ആർക്കെങ്കിലും കിട്ടുമോ? ആരെങ്കിലും വരുമോ? എന്തോ ഒരു കളിപ്പാട്ടമാണെന്ന് തോന്നുന്നു. കുടയാണ് കേട്ടോ, കുട്ടികളുടെ കുടയാണ്. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയോണ്ടാന്ന് തോന്നുന്നു. ഇപ്പം നല്ല വെയിലും നല്ല ചൂടും. വെയിലൊന്ന് വന്നവിടെ തന്നെ എന്തൊരു ചൂടാണെന്നറിയാമോ. ബസ്സിലെ സ്ഥലം കാണുമ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ ബസ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേ. ഇത് മാനന്തവാടി, ഇരിട്ടി, തലശ്ശേരി, കണ്ണൂർ, ഇരിട്ടി, കണ്ണൂർ, അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ടൊന്നും അറിയത്തില്ല.
ഇത് വെള്ളരിക്കുണ്ട്, പാണത്തൂർ, ഇരിട്ടി കരിക്കോട്ടക്കിരി, മട്ടന്നൂർ, ഇരിട്ടി ആർല ഫാം അങ്ങോട്ടൊക്കെ പോകുന്ന വണ്ടികൾ ഇവിടെ നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു കോളേജ്, MG കോളേജ് ഉണ്ട്, ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്റർ ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുള്ള. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു സ്റ്റോപ്പ് മാത്രമേ ഇവിടെ ഒരു എന്താ പറയുക ഒരു ബസ് സ്റ്റാൻഡായിട്ട് പറയുമ്പോൾ ഉള്ളൂ. പിന്നെ അടുത്ത് വരുന്ന ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് കേട്ടോ. ഈ ആകെ ഒരു ബിൽഡിങ്ങാണ്. ഇത് രണ്ടുമാണ് മാത്രമാണ് ഇരിട്ടിയിലെ സ്റ്റോപ്പുകൾ. ഏതായാലും ഞാൻ കുറച്ച് നടന്നു കൊടുത്തു. ഇനി നമുക്ക് ലൈം കുടിക്കാം. ഒരു ഷവർമയുണ്ട്, ഒരു ലൈം കുടിക്കും. ഇവിടെ നല്ല തിരക്കുള്ളൊരു ബേക്കറി ആട്ടോ ഇത്. ടൗണിൽ തന്നെയുള്ളൊരു ബേക്കറിയാണ്. ഇവിടെ നിന്ന് ലൈം കുടിക്കാം. ഇരിട്ടി സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു ചെറിയൊരു കഫേ പോലെ ഉള്ള ഒരു ബേക്കറിയാണിത്. ഞാനിവിടെ നിന്നൊരു ഷവർമ കഴിക്കാൻ വെച്ചു. ഞാനിവിടെ നിന്ന് ഒരു ഷവർമയുടെ റോളാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ റോളൊന്നും ഉച്ചയ്ക്കൊന്നും കഴിക്കാറില്ല, പക്ഷേ ഇന്ന് വെറുതെ ഇരിക്കുന്നതായതുകൊണ്ടും എന്താ പിന്നെ വിശക്കുന്നുള്ളതുകൊണ്ടും കുറച്ച് വീഡിയോ എടുത്ത് കഷ്ടപ്പെടാനും ഞാൻ ഇറങ്ങിയത് കൊണ്ടും ഞാൻ എന്തായാലും ഒരു റോള് കഴിക്കാൻ വെച്ചു. അങ്ങനെ ഞാൻ റോളും ഷവർമയും ഷവർമ റോളും ലൈമും കുടിച്ചു. ഞാൻ ബെസ്റ്റിൻ്റെ വെപ്രാളത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ബാക്കി നമുക്ക് ഇരിട്ടി ടൗണ് പിന്നെയും കാണാം. അങ്ങനെ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു പോകാം കേട്ടോ. തിരിച്ചു പോകുമ്പം ഈ സൈഡിൽ കൂടെ തിരിച്ചു വന്ന് ഇവിടെ ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാൻഡ് ഈ സൈഡിൽ കൂടെ ബസ് പോകാൻ വരുമൊന്നുമില്ല. ഇവിടെ കൂടെ ജസ്റ്റ് ഇവിടെയൊക്കെ പാർക്ക് ചെയ്യുന്ന കാറുകൾ മാത്രമാണ് ഈ സൈഡിൽ കൂടെ വരാറ്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. പിന്നെ ആ സൈഡിൽ കൂടെയാണ് ബസ് തിരിച്ചിറങ്ങി വരാറ്. സാന്റാ മോണിക്ക ഇവിടെ ഉണ്ട് കേട്ടോ. ജിടെക് ഉണ്ട്, യൂണിയൻ മണിയുണ്ട്, സാക്കുണ്ട്, മെഗാ ഓഫറുണ്ട്, പൊന്നി ടെക്സ്റ്റൈൽസ്. ഈ കടയിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈഫിന് തുണി വാങ്ങി കൊടുക്കാറുണ്ട്. റേറ്റ് കുറവാണ്, നല്ല സാധനമാണ്, നല്ല രസമുള്ള എൻ്റെ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ. ഫാമിലി കളക്ഷൻസ്, ലെക്സ്, പ്രണവം, അങ്ങനെ കുറേ കടയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. കടയിലേ ഉണ്ടാവുള്ളൂ, ടൗണല്ലേ. എൻട്രൻസ് ചെയ്യുന്ന റോഡാണ് സ്റ്റാൻഡിലേക്ക്. ഇവിടെ ഹോൾസെയിലിൻ്റെ 1-2 ഹോൾസെയിലിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഹോൾസെയിൽ വണ്ടി വരുന്ന സാധനം ഇറക്കുകയും കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്ഥലം. ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ്. ഇതൊരു ടൗണിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അതായത് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡാണ്, പക്ഷേ ടൗണിൻ്റെ ബാക്കല്ല. അവിടെ ഒരു മോസ്ക് ഉണ്ട്. പിന്നെ ഇതിലെ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരിട്ടി പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുമേ. ഇനി നമുക്കൊരു ഷോർട്ട് വഴി പിടിക്കാം, കാരണം ടൗണിൻ്റെ ജംഗ്ഷൻ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇരിട്ടിയിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും ഇരിട്ടിയെ ഇരിട്ടിയാക്കുന്ന ഇരിട്ടിയിലെ പഴയ പാലമാണ്. പിന്നെ അതോടുകൂടെ ഇപ്പോൾ ആക്റ്റീവായിട്ട് പ്രവർത്തനം നടക്കുന്ന പുതിയ പാലവും. അത് രണ്ടും കൂടെ വരുന്ന മെയിൻ ഇരിട്ടിയുടെ ഒരു പോയിൻ്റ്, അതായത് ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റിലേക്ക് കാണാൻ പോകാമെന്ന് പറയാം. അപ്പോൾ ഇത്രയും കാലം അത് പാലമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഒരു എൻ്റെ മനസ്സിലൊക്കെ മിക്കവാറും എല്ലാവരുടെയും മനസ്സിലും അതൊരു ഹിസ്റ്റോറിക്കൽ പോയിൻ്റാണ്. കാരണം ബ്രിട്ടീഷുകാർ പണിത ഒരു ഇപ്പോഴും നിലനിൽക്കുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന വലിയൊരു പാലമാണ് ഇരിട്ടി പഴയ പാലം. എനിക്ക് സമാധാനത്തോടെ ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കിട്ടി, ഒരു കാട്. അതാണ് ഞാൻ എൻ്റെ ഫേസ് കാണിച്ച് ഇങ്ങനെ ഓപ്പൺ. കാരണം എനിക്ക് ആളുകളുടെ ഇടയിൽ വലിയ ടൗൺ, ഞാൻ തന്നെ ജീവിച്ച് വളർന്ന സ്ഥലത്ത് ഇങ്ങനെ ക്യാമറയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാനുള്ളൊരു ചമ്മൽ എനിക്ക് സ്വാഭാവികമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കാറില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് വഴിയാണ്. ഇരിട്ടി ടൗണിലെ ബസ് സ്റ്റാൻഡിലേക്ക് കയറി പോകുന്ന വഴിയിൽ നിന്ന് ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ പാലത്തിന് ഏകദേശം അടുത്ത് ഇരിട്ടിയുടെ മേലെ ഇരിട്ടി ഭാഗത്തേക്ക് എത്തും. ഈ വഴി വാഹനങ്ങളൊന്നും പോവില്ല, കാരണം കുറച്ച് ഇവിടം വരെ വാഹനങ്ങൾക്ക് വരാനുള്ള വീതിയുള്ളൂ. അവിടെ നിന്ന് പിന്നെ കട വന്ന് ഇങ്ങനെ മൂടുന്നുണ്ട്. അവിടെ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് ഇരിട്ടി ടൗണിലെ മോസ്കിൻ്റെ മിനാര ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇവിടെ ഇപ്പം കുറേ നാളായിട്ട് ഇവിടെ ഒന്ന് എന്തോ പഴയ ഉണ്ടായിരുന്നു, ഓർമ്മയിലില്ല ശരിക്കും. ബിൽഡിങ് തന്നെയായിരുന്നു, പഴയ ബിൽഡിങ്. ഇപ്പോൾ അതൊരു പുതിയ ബിൽഡിങ്ങായിട്ട് അതിൻ്റെ കംപ്ലീറ്റ്ലി നിർമ്മാണം പൂർത്തിയാകുന്നുണ്ട്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഭക്ഷണത്തിൻ്റെ ഹോട്ടലാണ് ഇത്, ബാബൂസ്. ഇവിടെ എപ്പോഴും ഉച്ചയൂണ് തിരക്കായിരിക്കും. എനിക്കിത് പണ്ടങ്ങാണ്ട് എനിക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി തിരക്കായതുകൊണ്ട് അങ്ങനെ വരാറില്ല, പക്ഷേ ഒരുപാട് ആളുകൾ വരുന്നൊരു ഹോട്ടലാണ് കേട്ടോ. ഊണുകൾ ഇത് കണ്ടിട്ട് ഇനി ആൾ വരേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഒരുപാട് ആളിപ്പോൾ ഇവിടെ വന്ന് നിറയുന്നുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ആളുകൾ വെയിറ്റിങ്ങിലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അത്രയും തിരക്കുള്ള ഹോട്ടലാണിത്.
ഇതാണ് ഞാൻ പറഞ്ഞ ആ വണ്ടികളൊന്നും ഇതിലെ കൂടെ വരുന്നത്. ഇവിടെ ഇങ്ങനെ കൺജസ്റ്റഡായി. ഇത് മറ്റു വ്യക്തികളുടെ പ്രൈവറ്റ് വ്യക്തികളുടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനിങ്ങനെ തന്നെ ഇത് മതി ഇതിലൂടെ. പക്ഷേ ഇതിലെ കൂടെ മേൽപ്പാലം പോലെയെങ്കിലും ഒരു വണ്ടി വരാനുള്ള വഴിയുണ്ടെങ്കിൽ ഭാവി കാലത്ത് നല്ലതായിരിക്കും അല്ലേ. ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ കാണിച്ചല്ലോ ഒരു പ്രധാന മുൻപ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം സിറ്റി സെൻറ്ററും അപ്പുറത്ത് വേറൊരു സിറ്റി സെൻറ്ററുണ്ട്. 2 സിറ്റി സെൻറ്ററും. അതിൻ്റെ പേര് യൂണിറ്റി കോംപ്ലക്സ് എന്നാണ്. അവിടെ ഒരു ബോർഡ് ഉണ്ടോ അവിടെ. പിന്നെ ഇതാണ് EC ബൈ ഒക്കെ വരുന്ന EC ബൈ. ഇപ്പുറത്ത് മെട്രോ ഫ്രഷ് ഉണ്ട്, ഇമ്മാനുവൽ സിൽക്സ് അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ അതൊക്കെ വരുന്നൊരു അത്യാവശ്യം ഒരു നമ്മുടെ ഇരട്ടിയിലെ ഒരു മാളെന്ന് പറയാം ഈ 2 ബിൽഡിങ്ങും അതിൻ്റെ ആ ഒരു സിസ്റ്റം. ഇങ്ങനത്തെ 1-2 ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വേണമെങ്കിൽ വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള, ഞാൻ 3D ഡെവലപ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ടുള്ള, ഞാൻ കുറേ കാലം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനിയുടെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ട്. ഓഫീസ് വർക്കിംഗ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. അത് അവർക്ക് ആക്സസബിൾ ആകുമോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ചിലപ്പം പെട്ടെന്ന് എന്താ പറയുക ഇവനെന്താ കാണിക്കുന്നതെന്ന് തോന്നുമല്ലോ അവർക്ക്. ഒരു ഞാനത്ര വലിയ വ്ളോഗറായിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് വ്ളോഗറൊന്നും അല്ലല്ലോ. ചിലപ്പോൾ ഇതാണ് സിറ്റി സെൻറ്റർ EC ബൈ. ഇവിടെയാണ് ഇമ്മാനുവൽ സിൽക്സ് വരുന്ന മെട്രോ സ്റ്റേഷൻ. സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു ആക്സറി ഷോപ്പുണ്ട്. ആക്സറീസുള്ള ബാഗ് ഷൂസൊക്കെ വരുന്നൊരു ഷോപ്പ്. ഇതിൻ്റെ ഇൻസൈഡ് ഏരിയ ആണ്. ഇവിടെയൊക്കെ കടകളൊക്കെ എടുത്ത് വരുന്നുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ കട ഉണ്ടായിരുന്നു, അതെന്താ പറ്റിപ്പോയി, ക്ലോസ് ആയിപ്പോയോ. EC ബൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. ഒരു മോഡേൺ അല്ല, എന്നാലും മോഡേണാണ് ഇതിൻ്റെ ഏകദേശം സ്ട്രക്ചറൊക്കെ. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. പിന്നെ പുതിയ കടകളൊക്കെ ഡെവലപ്മെൻറ്റ് നടത്തി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ മുകളിലെ നിലയിലാണ് അവിടെ ഒരു പെറ്റ് ഷോപ്പുണ്ട്. പെറ്റ്സിൻ്റെ ആക്സസറീസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് അവിടെ. ഇവിടെ തന്നെ അല്ലേ? ഇവിടെ തന്നെയാണ് കേട്ടോ. എന്താണ് ഹ്യൂമൻസ് അങ്ങനെ എന്താ ഹ്യൂമൻസ് എന്തോ പേര് ഞാൻ അവിടെ നോക്കി വായിക്കാം. ഒരു വലിയ ഷോപ്പ് കേട്ടോ, ബിഗ് മാർട്ട് ഹോൾസെയിൽ. ഇവിടെ അത്യാവശ്യം വലിയൊരു പർച്ചേസ് നടത്താൻ പറ്റിയ ഗ്രോസറി സാധനങ്ങൾ പർച്ചേസ് നടത്താൻ പറ്റിയ ഷോപ്പാണിത്. ഇതാ ഞാൻ പറഞ്ഞ ഹ്യൂമൻസ് എന്നാണ് ഒരു പെറ്റ്, എന്താ പറയുക, പെറ്റിന് കിട്ടുന്ന ഫുഡ്, പെറ്റിൻ്റെ ബെൽറ്റ്, ആക്സസറീസ്, കേജ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കുറേ ഞാൻ നടന്നു, ഇനി നടക്കാൻ വയ്യ. ഇനി നമുക്ക് ലിഫ്റ്റിൽ കയറാം. ലിഫ്റ്റിൽ കയറിയിട്ട് ഞാൻ മേളിൽപ്പെട്ട് എൻ്റെ കസിൻ ചേട്ടായിയുടെ ഓഫീസ് കാണിച്ചു തരാം. ഇവിടെയാണ് ലിഫ്റ്റുള്ളത്. ഇതാട്ടോ ഇതിൻ്റെ ടോപ്പ് ഫ്ലോർ. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേട്ടോ ഇതിനകത്തൊക്കെ. അങ്ങേറ്റത്ത് അവിടെ കാണുന്ന അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. പുതിയ എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മൊത്തം കലവലയായിരിക്കും. അതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥാപനം. പിന്നെ ഡെവലപ്മെൻറ്റൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അപ്പം ഡെവലപ്മെൻറ്റൊക്കെ നടന്നു കഴിഞ്ഞിട്ട് കാണാം. ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണിത്. അപ്പം ഞാൻ പാലത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടക്കുവാണേ. ഇനിയിപ്പോൾ നമുക്ക് ഇരട്ടിപ്പാലം ഒന്ന് കാണാം കേട്ടോ. ഇത് ആ ഓട്ടോ ഇറങ്ങി വന്ന ആ വഴിയാണ്. പിന്നെ നേരമ്പോക്ക് റോഡെന്ന് പറയും. ഇടക്കാനം പ്രഗതി കോളേജ്, ഇരട്ടി താലൂക്ക് ആശുപത്രി ഒക്കെ പോകുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ വലിയൊരു ബോർഡുണ്ടല്ലോ, ആ ബോർഡ് വായിച്ചാൽ ശ്രീ മഹാദേവ ക്ഷേത്രം, ആ ക്ഷേത്രം ആ ബൈക്കാണ് കേട്ടോ. ഇരട്ടി RTOയുടെ ഓഫീസും ഈ ഭാഗത്ത് ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ ഫയർ സ്റ്റേഷൻ, ഇരട്ടി ഫയർ സ്റ്റേഷൻ, പിന്നെ ഇരട്ടി ഒരു വെയർ ഹൗസ് ഉണ്ട് അങ്ങോട്ട്. അതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ആ വെയർ ഹൗസിനെ കുറിച്ച് വലിയ പിടിയില്ല എന്നാണ്. അവിടെയാണ് ഇരട്ടിപ്പാലം വരുന്നത്. ഇവിടെ ഫൈനൽ ബസ് സ്റ്റോപ്പാണിത്. ഇവിടെയും ബസ് വന്ന് നിർത്തും. കിളിയന്തറ കൂട്ടുപുഴ ഭാഗത്തേക്ക് പോകുന്നതും പിന്നെ എന്താണ് നമ്മുടെ പയ്യന്നൂർ, പയ്യാവൂർ, ഉളിക്കൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സൊക്കെ അവിടെയും കൂടെ നിർത്തും. അവിടെ കാണുന്നതാണ് പുതിയ പാലം. ഇനി പാലത്തിൽ പോയിട്ട് പാലം കാണിച്ചിട്ടാണ്. ഹോട്ടൽ സൂര്യ ബാർ വിത്ത് ഹോട്ടലുമാണ് ബാറുമാണ്. ഇല്ല, ഒരുപാട് സിനിമ ഞാൻ കണ്ടിട്ടുള്ള, അതായത് എൻ്റെ മെയിൻ
ഞാൻ സിനിമ കാണാൻ പോകാൻ പറ്റിയ, സ്വതന്ത്രമായി ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകാൻ പറ്റിയ കാലം തൊട്ട് ആ കാലത്ത് ഒരുപാട് സിനിമ കണ്ട ഹോട്ടലാണിത്, അല്ല സോറി തിയേറ്ററാണിത്. ഇതേ കൂടെ എങ്ങനെ അവിടെ എത്തും? ഓ മൈ ഗോഡ്, അങ്ങോട്ട് വഴി പോലും ഇല്ലാണ്ടായി കേട്ടോ. ചെളി വെള്ളമുള്ളൂ അങ്ങോട്ട് പോയിട്ട് ഇതിലേക്കൊന്ന് ചാടാം. എൻ്റെ പ്രായമുള്ളവരും എന്നെക്കാളും പ്രായമുള്ളവരും എൻ്റെ അപ്പൻ്റെ പ്രായമുള്ളവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളുടെ സിനിമാ കഥകളും സിനിമാ ജീവിതവുമായി സിനിമ പ്രേക്ഷകൻ എന്ന രീതിയിലുള്ള ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റോറീസ് ഉള്ളൊരു തിയേറ്റർ. അല്ല, ഇവിടെ വേറൊരു തിയേറ്റർ കൂടെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ അല്ലേ അത്? അതെ, അപ്പുറത്തത് കുറച്ച് പുതിയ തിയേറ്ററാണ്. മെയിൻ കുറേ സിനിമകൾ ഞാൻ ഇവിടെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരു തിയേറ്ററായിരുന്നു ഗൈസ്. അവിടെ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കല്ല് പോലും ഇല്ല. ചേടാ, ഇത് പിന്നെയും കുറച്ചും കൂടെ പല സമയത്തും പുതിയ റിലീസുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന കുറച്ചും കൂടി പുതിയ തിയേറ്ററാണ് ആ കാലത്തെ. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. എന്താണോ ഇതൊക്കെ ഇങ്ങനെയായിപ്പോയെ? ഇരിട്ടിയിലാണ്, പക്ഷേ ഉളിക്കൽ തിയേറ്റർ പുതിയതുണ്ട്, അത് നല്ല രീതിയിൽ അത് റണ്ണാവുന്നുണ്ട്. പക്ഷേ ഇരിട്ടിയിൽ ഒരു തിയേറ്റർ പോലും വരുന്നുമില്ല, ഉള്ളതെല്ലാം പൊട്ടിപ്പോയി. അവിടെ ഒരു മനുഷ്യൻ മാത്രം ഇരിപ്പുണ്ട് ഇങ്ങനെ ഈ കാട് പിടിച്ച തിയേറ്ററിൽ. എന്നാലും ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിൻ്റെ നെഞ്ചത്തൂടെയാണ് ഞാനിപ്പോൾ നടന്നു വന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെയുള്ള ആ പഴയ ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്ന ഒരു തിയേറ്റർ ഇവിടെ കാണാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് കുറച്ച് അവിടെ നിന്ന് വിചാരിച്ചു ഇവിടെയാണ് ആ തിയേറ്റർ, പക്ഷേ ഇത് ഞാൻ മറ്റേതാണെന്ന് വിചാരിച്ചില്ല. ആ കാണുന്ന കാരണം ഒരുപാട് വർഷം മുമ്പുള്ള ഓർമ്മയല്ലേ. പക്ഷേ ഇവിടെ ഇങ്ങനൊരു സാധനമേ ഇല്ല. ഇതിങ്ങനെ ഒരു കാലി ഗ്രൗണ്ടായി മാറി. ആ തിയേറ്റർ അടക്കിയിരിക്കുന്ന ആ ഒന്നുമില്ല. അപ്പോൾ അതാണ് ആ തിയേറ്റർ. എന്തെങ്കിലും ഒരിക്കലും ആ ചരിത്രത്തിലുള്ള ആ തിയേറ്റർ ഇവിടെ ഇനി വീണ്ടും വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി ഓർമ്മ വരുമല്ലോ. പുന്നാട് ബാങ്ക് ഓഡിറ്റോറിയം, ഇങ്ങനൊരു ഓഡിറ്റോറിയം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്ന കേട്ടോ. സോറി ഗൈസ്. ഇപ്പം ഇവിടെ സൂര്യ ബാർ വരുന്നത്, പിന്നെ ടൗണിൽ കെ ബാറുണ്ട്. സൂര്യ ഹോട്ടൽ ആൻഡ് ബാറാണിത്. ഇവിടെ സ്പാ ഒക്കെ നിങ്ങളെ തിരുമ്മി തരുന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ആ പഴയ ഇരട്ടിപ്പാലം. ഇപ്പോഴും ഇരട്ടിപ്പാലം ഇത് തന്നെയാണ്. പുതിയ പാലം അതാണ്. പുതിയ പാലം പഴയ പാലം ഞാൻ അടുത്ത് കാണിച്ചു തരാം. പഴയ പാലത്തിൻ്റെ സ്ട്രക്ചർ പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ, അത് നിങ്ങൾ ഇരിട്ടിയിൽ നിന്ന് അടിച്ചാൽ ആദ്യം വരുന്ന ഫോട്ടോ മിക്കവാറും ഈ പാലത്തിൽ ഇവിടെയോ അപ്പുറത്തെ സൈഡിലോ ആണെന്നറിയില്ല, ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ തന്നെ കുറേ ബ്രിട്ടീഷുകാർ നിരന്ന് നിൽക്കുന്ന ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ള ആ ഫോട്ടോയാണ് വരിക. അപ്പോൾ ആ ബ്രിട്ടീഷുകാർ പണിത ആ ബോൾട്ടും ആ കമ്പിയും ആ സ്ട്രക്ചറാണിത് കേട്ടോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ്, അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു രാജ്യത്തെ ആളുകൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് പണിത പാലമാണ് ഈ കഴിച്ചത്. ഇത് ഒന്ന് റിനോവേഷൻ എന്നുള്ള പേരിൽ ഇവിടെ ഇതൊന്ന് സിൽവർ കളർ പെയിൻ്റ് അടിച്ചായിരുന്നു, വീണ്ടും അത് പഴകി. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് സേഫാക്കി നിർത്തേണ്ട ഒരു പാലമാണ്. പക്ഷേ അത്രയൊന്നും ചെയ്യാനുള്ള എക്സ്പെൻസീവ് ബഡ്ജറ്റ് അല്ലാത്തത് നമ്മുടെ എന്നുള്ളത് കൊണ്ട് ഇതിങ്ങനെ ഒരു കാലത്ത് ഇത് നശിച്ചു പോകുമെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ഇരട്ടിപ്പുഴ. ഇവിടെ ഈ പുഴയാണ് ഒഴുകിപ്പോയി കുയിലൂർ പഴശ്ശി ഡാമൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ വളവട്ടണം പുഴ ആയി മാറി കടലിൽ ചെന്ന് അവസാനിക്കുന്നത്. എനിക്കതിൻ്റെ റൂട്ട് മാപ്പൊന്നും അറിയത്തില്ല. എനിക്ക് ഏകദേശം അറിയാവുന്ന പോലെ, പണ്ട് കേട്ടിട്ടുള്ള പോലെ ഞാൻ പറഞ്ഞു. അങ്ങ് അവിടെ ഇതാണ് ഇരിട്ടിയിലെ ഒരു പള്ളി. ഇരിട്ടിയിലെ കാത്തലിക് ചർച്ചാണിത്. ഇരിട്ടി ടൗണിൽ വേറൊരു ചർച്ചുണ്ട്, അത് ലാറ്റിൻ ചർച്ചാണ്. 2 സഭകളുടെ 2 പള്ളികൾ, അത്രേ ഉള്ളൂ. ഇതാണ് പുതിയ പാലം. പുതിയ പാലത്തിനൊന്നും നമ്മൾ ഈ പാലം വെച്ച് നോക്കുമ്പം ഒരു ചൊങ്ക് നമുക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു പാലം. ഇതൊരു ഹിസ്റ്റോറിക് പീസാണ് കേട്ടോ, ഒരു ഹിസ്റ്റോറിക് പീസ്. ഇതിലെ കൂടെ ഇവിടുന്ന് ഇങ്ങനെ വണ്ടി കടന്നു വരും. എല്ലാ വണ്ടിയും വരില്ല, വലിയ ലോറികളും
ബസ്സൊന്നും കടത്തി വിടില്ല. ചെറിയ വണ്ടികൾക്ക് വേണമെങ്കിൽ ഇതിലെ കൂടെ വരാം. സ്റ്റിൽ ഇറ്റ്സ് വർക്കിംഗ്. അതാണ് ഇതിൻ്റെ കഴിവെന്ന് പറയുന്നത്. അത്ഭുതം അല്ലേ? അത്ഭുതമല്ല, ബിൽഡിംഗ് ക്വാളിറ്റി. ആക്ച്വലി ഇതിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത്, ഈ പാലത്തിൻ്റെ ഒരു നിർമ്മാണത്തിൽ ഇതിൻ്റെ അതായത് ഈ മേളിൽ കൂടെ പോകുന്ന പില്ലേഴ്സിനാണ് നല്ലൊരു പങ്കുണ്ട്. കാരണം അതിൽ വെയിറ്റ് തൂങ്ങിയാണ് ഈ സ്ട്രക്ചറുകളെല്ലാം നിൽക്കുന്നത്. പിന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് ഒരു മൊത്തത്തിൽ മിക്സ്ഡ്. അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ എൻജിനീയറിങ്ങിൽ ചിന്തിച്ച് അല്ലേ, ഇതുപോലൊരു സ്ട്രക്ചർ മൊഡ്യൂളുകൾ ഉണ്ടാക്കി പീസുകൾ കട്ട് ചെയ്ത്. എൻ്റെ അമ്മോ, വെൽഡിങ് ഇല്ല കഴിച്ച് ഇതിനകത്ത്. ഫുള്ള് ബോൾട്ടാണ്. വെൽഡിങ് ഉണ്ടോ എവിടെയെങ്കിലുമൊക്കെ? അങ്ങനെ ഇല്ലാണ്ട് വരുമോ? ഉണ്ട്. വെൽഡിങ് അല്ലേ? അയ്യോ, വെൽഡിങ് ഇല്ലേ? വെൽഡിങ് ഇതൊരു പ്രത്യേക തരത്തിലുള്ളൊരു നട്ടിങ്ങനെ അടിച്ച് ചുരുക്കി വെൽഡിങ്. എന്താ മോനെ, ഇത്രയും വല്ല കിടില സ്ട്രക്ചറാണോ അവർ സ്വന്തം കാലത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അതെ, അങ്ങനെ ആയിരിക്കാം. വലിയ ടീം തന്നെയാണ്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ ഒബ്സർവ് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യുമ്പോഴാണ് ഇത്രയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും നല്ലൊരു സ്ട്രക്ചർ, വെൽഡിങ് വളരെ കുറവിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ സാധനം. ഇത് വെൽഡിംഗ് ആണോ ബോൾട്ടിട്ട് വെൽഡിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ എന്തോ ആണ്. അപ്പോൾ എന്തായാലും അപ്പുറത്ത് കാണാം കേട്ടോ പുതിയ പാലം. ഇപ്പം തന്നെ പഴയ പാലം ആയല്ലോ. ആ ഒരു തൂണ്, ഈ ഒരു തൂണ്, ഈ ഒരു 2 തൂണിൻ്റെ മേലാണ് ഇതിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ ഞാനിനി നിങ്ങൾക്ക് പയ്യഞ്ചേരി മുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് ഇരിട്ടി ടൗണിൽ നിന്ന് പുറത്ത് കിടക്കുന്ന, കണ്ണൂർ സൈഡിലേക്കും പിന്നെ കൊട്ടിയൂർ അമ്പലത്തിൻ്റെയും വയനാട്ടിലേക്ക് പോകുന്ന ആ സൈഡിലേക്കും കിടക്കുന്ന, ലെഫ്റ്റ് പോയാൽ കൊട്ടിയൂർ, കേളകം, പേരാവൂർ, കണിച്ചാറ് അങ്ങനെയുള്ള ഏരിയസിലൊക്കെ പോകുന്ന ആ സ്ഥലവും അത് ലെഫ്റ്റാണ് പോവുക. പിന്നെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയാൽ കണ്ണൂർ മട്ടന്നൂർ എയർപോർട്ടിൻ്റെ ആ സൈഡ്. അപ്പോൾ ആ ഒരു പയ്യഞ്ചേരി മുക്ക്, അത് ഇതിൻ്റെ ഈ ഇരിട്ടി ടൗണിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ കീഴൂർ എന്ന് പറഞ്ഞ സ്ഥലമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അവിടെയാണ് ഇരിട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലായിട്ടുള്ള അമല ഹോസ്പിറ്റൽ ഉള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ അവിടെ സ്കൈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോസ്പിറ്റലുണ്ട്. ഇനി എൻ്റെ വണ്ടി കിടക്കുന്നതിനൊക്കെ നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്നു പോവാം. സീബ്രാലയ അങ്ങാണ്. എൻ്റെ വണ്ടി ഇവിടെ എങ്ങാണ്ടായോ വെച്ചത് കേട്ടോ. എവിടെയാണ് അവിടെ ഉണ്ട് ഇതാട്ടോ. ഈ യൂണിക്കോണാണ് എൻ്റെ വണ്ടി. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് പയ്യഞ്ചേരി മുക്ക് വരെ ബൈക്കിന് പോകാം. കാരണം അത് കുറച്ചുണ്ട്, ഞാൻ ഒരുപാട് നടന്നു. ഇതാട്ടോ ഇരിട്ടിയിലെ ലാറ്റിക് പള്ളി. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ടൗണിൽ വിട്ടു പോകുന്നുണ്ട്. പക്ഷേ പറ്റുന്നതൊക്കെ കാണിക്കാം. ഞാൻ ഇപ്പം വണ്ടിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഇതും ടൗണാണ്. അവിടെയാണ് ഞാൻ ആദ്യം കാണിച്ച ജംഗ്ഷൻ വരുന്നത്. ഇവിടെ പയ്യഞ്ചേരി മുക്കിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇതാണ് ലാറ്റിൻ പള്ളി. ഞാൻ ഒരുപാട് ഈ പള്ളി വന്നിട്ടുണ്ട്. ഇവിടെ മൈജി, അഡോണക്സ് എന്തൊക്കെയോ ഉണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പയ്യഞ്ചേരി മുക്ക് ജംഗ്ഷൻ. അവിടെ നിന്ന് ഇരിട്ടിയിൽ നിന്ന് വരുന്ന ടൗണിൽ നിന്ന് വന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കൊട്ടിയൂർ അമ്പലത്തിലേക്കും പേരാവൂരേക്കും കണിച്ചാറേക്കൊക്കെ പോകുന്നത്. ഇവിടെ ഒരു സിഗ്നലുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയാലാണ് കണ്ണൂർ സിറ്റിയിലേക്ക്. അവിടെ കൊട്ടിയൂർ അമ്പലം എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലും ഇവിടുന്ന് വരുന്നത് മലയാളികളെക്കാളും കൂടുതൽ കർണാടകക്കാരാണ്. കർണാടകത്തിലും ബോർഡ് വെക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ വലിയൊരു ഷോപ്പിംഗ് സെൻ്ററുണ്ട്. ഷോപ്പിംഗ് സെൻ്ററല്ല, സെഞ്ച്വറി ഫാഷൻ സിറ്റിയുടെ ഷോപ്പ് വരുന്നുണ്ട്. പിന്നെ മലബാർ ഗോൾഡ് അതിനകത്ത് വരുന്നുണ്ട്. നാച്ചുറൽസിൻ്റെ ബ്യൂട്ടി സലൂൺ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒറ്റ പാക്കേജിൽ കിട്ടുന്ന ഒരു ബിൽഡിങ്ങാണ് കേട്ടോ അത്. ഇവിടെ സിഗ്നലുണ്ട്, പക്ഷേ മിക്കവാറും ടൈമിൽ ഈ ഓറഞ്ച് തന്നെ ആയിരിക്കും. കാരണം ഇവിടുത്തെ ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ വണ്ടിക്കാർ തന്നെയാണ്, ഡ്രൈവേഴ്സ് തന്നെയാണ്. ഇവിടുത്തെ ട്രാഫിക്കിന് താങ്ങാൻ പറ്റുന്നതല്ല ഇവിടുത്തെ ട്രാഫിക്ക്. അങ്ങനെ ഇരിട്ടി ടൗൺ കഴിഞ്ഞിട്ട് ഇത് കീഴൂർ കുന്നെന്ന് പറഞ്ഞ കുന്നാട്ടോ. ഈ കുന്നിങ്ങനെ കയറിപ്പോയി ഇവിടെ ഇതിൻ്റെ മേളിലെത്തിയാൽ MG കോളേജ് എന്ന് പറഞ്ഞ കോളേജുണ്ട്. പിന്നെ ഇത് ഞാനിവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഏതറിൻ്റെ ഒരു ഫെസിലിറ്റിയാണ്. ഇവിടെ ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു
ഏതർ ഞാനിപ്പോൾ ആമസോണിൽ ഓടുന്നതായതുകൊണ്ട് ഒരു ഏതർ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പം അങ്ങനെ ഒരെണ്ണം ബുക്ക് ചെയ്തു. ആ ചെയ്ത വണ്ടി അതാണ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടോയെന്ന് അറിയില്ല. ഇത് ഇവിടുത്തെ ടെസ്റ്റ് റൈഡ് വണ്ടിയാണ്. പക്ഷേ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഈ സെയിം മോഡലാണ്. ഇത് ടോപ്പ് വേരിയൻ്റ് അല്ലേ? ഇത് ടോപ്പല്ലേ? ടോപ്പ് വേരിയൻ്റ് അല്ലേ? അറിയില്ല. കുഴപ്പമില്ല. ഇതിവിടെ കുത്തിയിട്ടിരിക്കുക കേട്ടോ ചാർജിന്. ഇത് ഇവിടുത്തെ നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന, വീട്ടിലിത് വാങ്ങിയാൽ കിട്ടുന്ന ചാർജർ ഈ സാധനമാണ്. ഈ സാധനം വെച്ചിട്ട് എത്രയാ 6 മണിക്കൂർ 7 മണിക്കൂർ കൊണ്ട് അങ്ങനെ കണ്ടാവും തോന്നുന്നു ടൈമിങ്. അപ്പം ഇല്ലടാ, എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് അതിൻ്റെ കാര്യം നോക്കാം എടുക്കാൻ പറ്റുമെന്ന്. അപ്പം ഇതിൻ്റെ ഈ മോഡലാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇതാണ് ഓടാൻ നല്ലത്. ഞാൻ ഈ കളറ് വേറെ കേട്ടോ, ഈ വേറെ കളറാണ്, വൈറ്റ് അല്ല. ഇവിടെയും ഗ്രേയും വരുന്ന മോഡലാണ്. അപ്പം വണ്ടി കിട്ടുവാണെങ്കിൽ കാണിക്കാം. ഇതാണ് ഏതാണ്ട് 450 എന്ന് പറഞ്ഞ മോഡൽ. ഇത് കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ കുറച്ച് പവർ കൂടിയ മോഡലാണ്. ഇങ്ങനത്തെ ഒരു ആക്സസറി ബാഗ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് പവറുള്ള ടൈപ്പ് കുറച്ചും കൂടെ സ്ലിം മോഡലാണ്. അതൊരു ഫാമിലി സ്കൂട്ടറാണ് കേട്ടോ.